കൈത്തറികൾക്ക് പ്രസിദ്ധമായ നോർത്ത് പറവൂരിനടുത്തുള്ള ചേന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ ബാക്കിൽ നോക്കി ഒരു 1.5 വീടാണ്. അപ്പോൾ ഇന്ന് ഈ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അതിപ്പോ ഈ പ്ലോട്ടിന്റെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അവർ മാക്സിമം ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 32 സെന്റിൽ 5100 സ്ക്വയർ ഫീറ്റിൽ ശില്പി ആർക്കിടെക്ടിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആയ സെബാസ്റ്റ്യൻ സാർ ഡിസൈൻ ചെയ്ത വീടാണ് ഈ കാണുന്നത്. അപ്പൊ ഇവര് ടൈലെല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർത്ത് പറവൂരുള്ള പതിയാറ ബിൽഡ് വെയറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ പറ്റിയത്. ഇതാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രൗൺ ബീച്ച് കോമ്പിനേഷനിലാണ്. അവരുടെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് തന്നെ 4x2 സൈസ് ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് ഒരു ബീച്ച് ഷെയ്ഡിലേക്കാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് വന്നിട്ട് ഒരു L ഷേപ്പിലാണ് സിറ്റ് ഔട്ട്. ഇനി ഈ വീടിന്റെ അകക്കാഴ്ചകളിലോട്ട് പോവാം. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പൂജാ റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് ആണ് ഈ പൂജാ റൂമിലേക്ക് വേണ്ടിയിട്ട് ആർക്കിടെക്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ലൈറ്റ് അല്ലാതെ വേറെ ലൈറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഈ വീടിന്റെ എൻട്രൻസ് പാസേജ് സെൻട്രൽ പോർഷൻ. അവിടെ കൊടുത്തിരിക്കുന്നത് വുഡൻ പ്ലാങ്ക്സ് ടൈൽസ് ആണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൊടുത്തിരിക്കുന്നത് 4x4 സൈസ് സ്ലാബ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഈ വാളൊന്ന് നോക്കിയേ. ഞാൻ കയറി വന്നപ്പോ തന്നെ ശ്രദ്ധിച്ച ഒരു സ്പോട്ടാണിത്. നാച്ചുറൽ വുഡിൽ ഡിസൈൻ ചെയ്ത ഒരു ആന്റിക് പീസ്, അതിനോട് യോജിച്ച് തന്നെ ഒരു ടേബിളും ആന്റിക് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ടേബിളാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ബുദ്ധ ഇരിപ്പുണ്ട്. ഇത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നാണ് രാംദാസ് സാർ പറഞ്ഞത്. സ്റ്റെയർ കേസ് പാർട്ടീഷൻ ചെയ്യുന്ന വാളാണ്. ഈ വുഡന്റെ ഡിസൈൻ എലിമെന്റ്സ് കൂടാതെ ഒത്തിരി എലിമെന്റ്സ് ഈ വീട്ടിലുണ്ട്. അതും നമ്മൾ കാണിച്ചു തരാം. ഇത് കൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂംസ് ആണ്. ഒരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. അതുകൂടാതെ മനോഹരമായ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ നാച്ചുറൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഓണറായ രാംദാസ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മുടെ ടൈൽസ് എല്ലാം എടുത്തത് പതിയാറയിൽ നിന്നാണല്ലോ. അപ്പോ സാറിന് പതിയാറയുടെ ഒരു എക്സ്പീരിയൻസും പിന്നെ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പതിയാറ് എനിക്കൊരു ഫ്രണ്ടാണ് റെക്കമെൻഡ് ചെയ്തത്. നമ്മുടെ സെബാസ്റ്റ്യൻ സാറായിരുന്നു ശില്പിയുടെ ആർക്കിടെക്ട്. അപ്പൊ സാറാണ് ടൈൽസ് ഒക്കെ ചൂസ് ചെയ്തത്. പിന്നീട് ഞാൻ പതിയാറെ കോൺടാക്ട് ചെയ്തു. പിന്നെ ഉള്ളതെല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. നമ്മളെപ്പോലെ NRIസിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള സർവീസുകൾ കിട്ടിയാലേ നമുക്ക് അവിടെ നിന്ന് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ദൂരത്ത് നിന്ന് മാനേജ് ചെയ്യുമ്പോൾ എല്ലാം വാട്സപ്പ് വഴിയും നമ്മുടെ ഇവിടുത്തെ സൂപ്പർവൈസറിനും വളരെ കംഫർട്ടബിൾ ആയിരുന്നു പതിയാറയുടെ സർവീസ്. എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. പേയ്മെന്റ് ആണെങ്കിലും ഡെലിവറി ആണെങ്കിലും എല്ലാം. ഇപ്പൊ 1-2 ടൈൽസ് ഇവർക്ക് അന്ന് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ അവർ വേറെ ഏതോ ഡീലർ വഴിയൊക്കെ അത് കോൺടാക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുകയും വളരെ സ്മൂത്ത് ആയിട്ട് മൊത്തം പ്രോസസ്സ് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഓൺ ടൈം സർവീസും കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിരുന്നു. ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോയി കാര്യങ്ങളെല്ലാം അല്ലേ? സാർ, ഇപ്പോ ഈ പതിയാറ ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും റീസൺ, അതായത് എന്തെങ്കിലും? ഇതിൽ 1-2 പേര് എനിക്ക് വളരെ ഹൈ റെക്കമെൻഡേഷൻസ് തന്നിരുന്നു. അവരുടെ വീടുകൾ പണിഞ്ഞപ്പോൾ അവർ യൂസ് ചെയ്തത് പതിയാറയുടെ മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പതിയാറ റെക്കമെൻഡ് ചെയ്തു. പിന്നെ എനിക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവനും റെക്കമെൻഡ് ചെയ്തിരുന്നു. പ്രദീപിനെ പരിചയമുണ്ടായിരുന്നു, ഓണറിനെ പരിചയമുണ്ടായിരുന്നു. വളരെ സ്മൂത്ത് ആയിരുന്നു അത്. ഓക്കെ സർ, താങ്ക് യു. അപ്പോൾ പതിയാറ ചൂസ് ചെയ്തതിലും ഇത്ര നല്ലൊരു വീട് പണിതരും എല്ലാം ദൈവാനുഗ്രഹം. വുഡൻ വർക്ക്സ്, ആന്റിക് പീസസ്, അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഈ വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ.
നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി ഹോം ടൂർ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.